ധനമന്ത്രി കെ.എസ്. ചാർമർ ശീതകാല ഇന്ധന സഹായ പദ്ധതിയിൽ വിവാദമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം ലേബർ പാർട്ടിയിലെ സമ്മർദ്ദത്തെ തുടർന്ന് ഭാഗിക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. 1997 ലേബർ സർക്കാർ ആരംഭിച്ച ഈ പദ്ധതി എല്ലാ പെൻഷൻകാർക്കും ശൈത്യകാല ചൂടാക്കൽ ചിലവുകൾക്കായി 200 മുതൽ 300 പൗണ്ട് വരെ നൽകിയിരുന്നു. എന്നാൽ 2024 കെ.എസ്. ചാർമറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സഹായം പെൻഷൻ ക്രെഡിറ്റ് പോലുള്ള വരുമാന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് മാത്രമായി ചുരുക്കി. വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇത് ഇടയാക്കിയത്. ഇടതുപക്ഷ ലേബർ എംപിമാരുടെ പ്രതിഷേധത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുമ്പോൾ കൂടുതൽ പെൻഷൻകാർക്ക് ഈ ആനുകൂല്യം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കെ.എസ്. ചാർമറിന്റെ ഈ നയമാറ്റം 2025-26 ശീതകാലത്തിന് മുൻപ് നടപ്പിലാക്കുമോ എന്നതിൽ വ്യക്തതയില്ല. കൺസർവേറ്റീവ് നേതാവ് കെമി ബഡനോക്ക പുതിയ യോഗ്യതാ മാനദണ്ഡങ്ങളോടെ എത്ര പേർക്ക് സഹായം ലഭിക്കുമെന്ന വിശദീകരണത്തിനെ വിമർശിച്ചു. 80 വയസ്സിന് താഴെയുള്ളവർക്ക് 200 പൗണ്ടും അതിനു മുകളിലുള്ളവർക്ക് 300 പൗണ്ടും നൽകിയിരുന്ന ഈ സഹായത്തിന്റെ വിശദമായ പദ്ധതി സർക്കാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. പെൻഷൻകാർക്ക് ഈ ആനുകൂല്യങ്ങൾ വീണ്ടും ലഭിക്കാൻ 1 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്.